യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി. കേസിലെ ഒന്നാം പ്രതിയായ പ്രതിപക്ഷ നേതാവ് വിലസി നടക്കുമ്പോഴാണ് നാലാം പ്രതിയായ രാഹുലിനെ പൊക്കിക്കൊണ്ടുപോയത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നത്. വി.ഡി. സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞ 30 പേരുടെ പേരുകളാണ് FIR-ൽ ഉള്ളത്. കണ്ടാലറിയാവുന്ന 300-ലധികം പേരെയും കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ മാത്രം അറസ്റ്റ് ചെയ്തതിൻ്റെ പിന്നിലുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതായത് കട്ടുമുടിച്ചും കൊള്ള നടത്തിയും കേരളം ഭരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥ അത് നാട്ടിൽ കാട്ടുതീ പോലെ പടരുമ്പോൾ രാഹുലിൻ്റെ മാത്രമല്ല, ഇനിയും ഒട്ടനവധി അറസ്റ്റുകൾ നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റിനെ പിടിച്ചു തൂങ്ങി പ്രതിഷേധിക്കാതെ പിണറായി വിജയന് നേരെ ഒരു കണ്ണുണ്ടാകുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നല്ലതാണ്. ഇന്നലെ ഒരു ഹൈക്കോടതി നോട്ടീസ് മുഖ്യമന്ത്രിക്ക് വന്നിരിക്കുന്നു. അതുപോലെ അഴിമതിയിലും മാസപ്പടിയിലും സ്വജനപക്ഷപാതത്തിലും സ്വർണ്ണക്കടത്തിലും എന്ന് വേണ്ട പലതിലും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെയുള്ള പ്രതിഷേധം അത് ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് ഈ അറസ്റ്റ് എന്ന് വളരെ വ്യക്തമാണ്. അതിരാവിലെ തന്നെ പോയി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ ഈ രാഹുൽ മാങ്കൂട്ടം രാജ്യദ്രോഹിയോ തീവ്രവാദിയോ ഒന്നും ആയിരുന്നില്ല. ദുബൈയിൽ നിന്നും സ്വർണം കടത്തിയിട്ടുമില്ല. കർത്തയുടെ കയ്യിൽ നിന്ന് മാസപ്പടിയും വാങ്ങിയിട്ടില്ല. ഡിപ്ലോമാറ്റ് ബാഗിലും ബിരിയാണി ചെമ്പിലുമൊന്നും ഒന്നും കടത്തിയതായിട്ടും അറിയില്ല. 6 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നവന് രക്ഷപ്പെടുത്താൻ വഴിയൊരുക്കിയ അതേ പോലീസും അതേ പാർട്ടിയും അവരുടെ സർക്കാരുമാണ് ഇപ്പോൾ മറുഭാഗത്ത് ഭരണകൂട ഭീകരതയുടെ വക്താക്കളായി മാറിയിരിക്കുന്നത്. പിണറായി വിജയൻ ഭരണത്തിന് സത്യത്തിൽ സമനില തെറ്റിയിട്ടാണുള്ളത്. സ്തുതിപാഠകരാൽ ചുറ്റപ്പെട്ട മുഖ്യമന്ത്രി സമനില തെറ്റിയതുപോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനായതുകൊണ്ട് ചിലപ്പോൾ രാഹുലിനെ കരിച്ചു കളയാമെന്നായിരിക്കും പിണറായി വിജയൻ കരുതുന്നത്. പോലീസ് മർദ്ദനമേറ്റ രാഹുലിനെ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് വന്ന ഉടനെയാണ് അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തത്. ഭീകരരോട് പോലും ഇങ്ങനെ ചെയ്യാറില്ല. ക്രിമിനൽ കേസിലെ പ്രതികളെ പിടികൂടുന്നത് പോലെ വീട്ടിൽ കയറി വളഞ്ഞിട്ട് പിടികൂടേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തെ ഏറ്റവും വലിയൊരു യുവജന പ്രസ്ഥാനമായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. നോട്ടീസ് അയച്ചു വിളിച്ചാൽ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ഇത് CPM-ഉം പോലീസും ചേർന്നുള്ള വ്യക്തമായൊരു ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാം ചെടിച്ചട്ടിയും ഇരുമ്പ് വടിയും കൊണ്ട് ആക്രമിച്ച DYFI-യുടെയും CPM-ൻ്റെയും ക്രിമിനലുകളും കുറുവടി ഉപയോഗിച്ച് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും KPCC ഭാരവാഹിയുടെ വീടാക്രമിച്ച ക്രിമിനലുകളും ഒക്കെ സ്വൈര്യവിഹാരം ഇവിടെ നടത്തുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്. പിണറായി വിജയൻ്റെ തട്ടിപ്പുകളും കഴിവുകേടും പുറത്തറിയാതിരിക്കാൻ ഇത്തരം അറസ്റ്റുകൾ ഇനിയും ഉണ്ടായേക്കാം.